ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പോൾ നമ്മൾ ഒരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു അനിമോൾ വേഴ്സസ് ഹൗസ് മേറ്റ്സ്. മെയിൻലി അനിമോൾ വേഴ്സസ് ഹൗസ് മേറ്റ്സ് നമുക്ക് പറയാൻ പറ്റത്തില്ല. യൂഷ്വലി ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് എന്ന് അതിലെ കിച്ചൺ ടീമിൽ കയറിയോ അന്ന് അനിമോളും അതിലുമായിട്ട് ചെറിയൊരു ഉടക്ക് ഉണ്ടായിരുന്നു. ആ ഉടക്ക് മനസ്സിലുള്ളത് കൊണ്ടാണ് ഈ ഒരു കേസ് വന്നപ്പം ഇത്രയും വഴക്കുണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിക്കോസ് അനിമോൾ എന്ന് കിച്ചണിൽ കയറിയാലും അവിടെ ഒരു വഴക്ക് അത് മസ്റ്റാണ്. അപ്പം ഇന്നത്തെ വഴക്ക് എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ ഇന്നലെ എപ്പിസോഡ് കണ്ടതിൻ്റെ ലാസ്റ്റായിട്ട് അനിമോൾ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വന്ന് സവോള അരിയാനൊക്കെ പറഞ്ഞ് അതിലോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂഷ്വലി ഈ ആദിലയ്ക്കും സാബുമാനും ഭയങ്കര മടിയാണ്. അവിടുത്തെ ഫുൾ ജോലിയും ചെയ്യുന്ന സത്യം പറഞ്ഞാൽ അനിമോളാണ്. ഇച്ചിരി എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു പെറുക്കി കൊടുക്കും, അല്ലാത്ത പക്ഷം എല്ലാ ജോലിയും ചെയ്യുന്നത് അനിമോളാണ്. അപ്പോൾ അനിമോളിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അനിമോൾ ഇന്നലെ ആദിലെ വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ വെച്ചാണ് നമ്മുടെ എപ്പിസോഡ് തീർന്നത്. പിന്നെ ലൈവിലായാലും വലിയ പണികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ആണെങ്കിലും കൂടെ നിന്ന് അല്ലാതെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടെ ഇച്ചിരി നേരം വല്ല നിൽക്കും, എന്നിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകും. അതാണ് ആദിലയുടെ സ്വഭാവം. സൗമാൻ പിന്നെ വരാറേ ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ നടപ്പ് മാത്രം. അങ്ങനെ ഇരിക്കെ ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം എടുത്ത് പ്ലേറ്റിലാക്കി 7 പേർക്ക് ഇങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചു. പയർ തോരനായിരിക്കും, അതും ഇങ്ങനെ വിളമ്പുവാണ്. അപ്പം ഇഷ്ടം പോലെ ഉണ്ടാക്കിയത് കാരണം അനിമോൾ ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും നല്ലപോലെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം കൊടുത്തു. ബാക്കി അനിമോൾ കുറച്ചുണ്ടായിരുന്നത് അത് മറ്റേ ഈ പാത്രത്തിൽ തന്നെ വെച്ചു. കുറച്ച് ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ അനിമോളിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഇനി ആരെങ്കിലും വരുമ്പോൾ ചോറ് ആരെങ്കിലും ചോദിച്ചു വരുവാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കറിയും കൂടെ കൊടുക്കാമെന്നാണ് അനിമോൾ പറയുന്നത്. പക്ഷേ ആദിൽ പറയുന്നത് നിൻ്റെ ഇഷ്ടമാണ്, അതങ്ങനെ നീ ചേർക്കേണ്ട, ബാക്കിയുള്ള ആൾക്കാരെ നീ നോക്കണം, നീ എല്ലാം കൂടെ എന്തിനാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു വിളമ്പി കൊടുക്കുന്ന സമയം തന്നെ ആൾ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് കൊടുക്കാൻ മുട്ട പൊരിക്കും. അപ്പോൾ അവൾ വെച്ചു, നീ മുട്ട പോയി പൊരിച്ചോ, ഞാൻ ചെയ്തോളാം, നീ എല്ലാം കൂടെ നിൻ്റെ കൈ ഇവിടെ എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം ഫസ്റ്റ് ആദിൽ അപ്പോഴാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം, അനിമോൾ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷേ അനിമോളിനൊന്ന് മാറിക്കൊടുക്കാമായിരുന്നു. ഈ വിളമ്പാനെങ്കിൽ അവൾ വിളമ്പട്ടെ എന്ന് വിചാരിക്കാമായിരുന്നു, പക്ഷേ വിചാരിച്ചില്ല. കാരണം അനിമോൾക്ക് എന്തോ ഒരു വാശി പോലെയാണ്. അവൾ ചെയ്ത ജോലി ഉണ്ടെങ്കിൽ അവൾക്ക് തന്നെ വിളമ്പണം എന്നുള്ളൊരു ചിന്താഗതിയാണ് അനിമോൾക്കുള്ളത്. എനിവേ, അപ്പം അതിലെ സാബുമാനും അവിടെ വഴക്കുണ്ടാക്കുന്നുണ്ട്. എല്ലാവർക്കും ഒരുപോലെ വിളമ്പെന്ന് പറഞ്ഞു. അപ്പം പക്ഷേ എല്ലാവരുടെയും പ്ലേറ്റ് ബിഗ് ബോസ് ഇങ്ങനെ ലൈവിലിങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് അധികം കറി ഇനത്തിലുണ്ട്. അപ്പം ഹൗസ് മേറ്റ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്തിനാണ് സേവ് ചെയ്ത് വെക്കുന്നത്, ആ കറി അങ്ങ് കൊടുത്തേക്ക്. ബാക്കി കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാമല്ലോ എത്രത്തോളം കറി വേണം, ഇത്ര ചോറ് കഴിക്കാൻ എത്രത്തോളം കറി വേണം എന്നറിയാമല്ലോ. ഇനി ചോറ് വേണമെങ്കിൽ ആ കറി സേവ് ചെയ്ത് വെക്കട്ടെ എന്നാണ് പറയുന്നത്. പക്ഷേ അനിമോൾ അത് സമ്മതിക്കുന്നില്ല. അനിമോളുടെ വാശിയിൽ ഈ അനിമോൾ പിടിച്ച മുയലിനും 5-6 കൊമ്പെന്നൊക്കെ പറയുന്ന പോലെ ആണ് അനിമോളുടെ സൈഡിൽ നിന്ന് ഉള്ള ഇത്. പക്ഷേ എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ, ഈ അനിമോൾ എന്തിനാണ് സേവ് ചെയ്യുന്നത്, ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ആണ് പറയുന്നത് നീ അത് ഷെയർ ചെയ്തേക്കെന്ന്. അല്ലാതെ 1-2 കണ്ടസ്റ്റൻസ് അല്ല പറയുന്നത്, ഫുൾ കണ്ടസ്റ്റൻസ്, അനിമോളിന് ഓപ്പോസിറ്റായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റൻസും പറയുവാണ് അതങ്ങ് സേവ് ചെയ്ത് കൊടുത്തേക്ക്, സെർവ് ചെയ്തേക്ക്, അതങ്ങ് വിളമ്പി കൊടുത്തേക്കെന്നാണ് അവർ പറയുന്നത്. പിന്നെ എന്തിനാണ് അനിമോൾ അവിടെ ആ ഒരു തോരൻ സേവ് ചെയ്ത് വെച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതങ്ങ് കൊടുക്കാമായിരുന്നു. പക്ഷേ അനിമോൾക്ക് പിടിവാശി, അവിടെ അനിമോൾ പിടിവാശി കാണിച്ചു. പിന്നെ അനീഷ് പറയുന്നുണ്ട്, വരുന്നവർ വരുന്നതെന്ന് അത് വിളമ്പി കഴിക്കട്ടെ എന്ന് ആദ്യം അനീഷ് പറഞ്ഞു. പിന്നെ അനീഷ് അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാത്ത കാരണം അനീഷിനും കുഴപ്പമില്ല, ഫുൾ അങ്ങ് വിളമ്പി കൊടുത്തേക്കാന്ന് വിചാരിച്ചു. ഷാനവാസ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ഇത്രയും ആൾക്കാർ പറയുമ്പോൾ നിനക്കതങ്ങ് ചെയ്തുകൂടെ, ഇത്രയും ആൾക്ക് നീ എന്തിനു വേണ്ടിയാണ് സേവ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ, അപ്പം നീ അങ്ങ് സെർവ് ചെയ്ത് കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഒരാവശ്യവും ഇല്ലാതെ വഴക്കായിരുന്നു. ആക്ച്വലി ആദിലയും സാബുമാനും തുടങ്ങി വെച്ചതാണ്. എന്നിട്ട് ലാസ്റ്റ് അനിമോൾ കിച്ചൺ ടീമിൽ നിന്ന് മാറി വെസലെങ്ങാണ്ട് ചേരും എന്നാണ് തോന്നുന്നത്. എന്തായാലും കിച്ചൺ ടീമിൽ നിന്ന് ഇറങ്ങി. എന്തൊക്കെ അനിമോൾ കിച്ചൺ ടീമിലുണ്ടായോ അന്നൊക്കെ വഴക്കില്ലാത്ത ഒരു ദിവസം ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നടക്കുകയും ചെയ്തു. ഏതായാലും നമുക്ക് നോക്കാം ആൾ വെസലിലോട്ട് കയറിയോ എന്ന്.